മൈൻഡ്സിൻ്റെ ബാനറിൽ രണ്ടാമത്തെ ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ രണ്ടാമത്തെ ഷോർട്ട് ഫിലിം എനിക്ക് ചെയ്യാൻ പലതും ഭാഗ്യം. ഇത് വളരെ സ്ട്രേറ്റായിട്ട് പറയുന്ന ഒരു ലവ് സ്റ്റോറിയാണ്. നമ്മളത് ചെറിയ രീതിയിലുള്ള എന്താ പറയുക, ചെറിയ ഉയർച്ച കാഴ്ചകളൊക്കെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഷോർട്ട് ഫിലിം ആകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പരിമിതികളും തരണം ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതൊരു ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന തരത്തിലേക്ക് അത് മാറുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ടീമിൻ്റെ വല്ലാത്തൊരു എഫർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ എഫർട്ടാണ് ഇന്ന് നിങ്ങൾ കണ്ടതും ഞങ്ങളുടെ പ്രസൻറ്റീവായിട്ടുള്ള ഔട്ട്. പിന്നെ ഇതിൽ അഭിനയിച്ച ആൾക്കാരുടെ അവരവർ തന്നെ ഓരോ ക്രൂ അവരവരെ പരിചയപ്പെടുത്തും. ഞാനായിട്ട് പരിചയപ്പെടുത്തും. എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞങ്ങളുടെ ടീമിന് കുറച്ചും കൂടി ഒരു സൗകര്യങ്ങളും സമയമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധി ഉണ്ടായത്. ഈ സമയം കിട്ടുമായിരുന്നെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ അടുത്ത പ്രൊജക്റ്റുകളോ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന പ്രൊജക്റ്റുകളൊക്കെ കുറച്ചും കൂടി നന്നാവും. ഞങ്ങൾക്ക് സമൂഹത്തിനോട് പറയാൻ പറ്റാവുന്ന തരത്തിലുള്ള വിഷനുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. മൈൻഡ്സൂണിൻ്റെ ഭാഗത്തു നിന്നും കൂടിയാണ് ഞാൻ പറയുന്നത്. ആസ് എ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, അത്തരം വിഷനുകൾ ഞങ്ങൾ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. ഞങ്ങൾ ഈ ടീമിൻ്റെ ഉള്ളിലുണ്ട്. അത് ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ അത്തരം വിഷനുകളും അത്തരം സിനിമ ആഖ്യാനങ്ങളും ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് എനിക്ക്. ഇനി ക്രൂവിൻ്റെ ഓരോരുത്തരും അവരെ കുറിച്ച് പറയും. എന്നെ ഞാൻ പരിചയപ്പെടുത്തിയില്ല. എൻ്റെ പേര് സുരേഷ് മാർക്കത്തിലാണ്. എൻ്റെ ഏകദേശം ഒരു 9ാമത്തെ 10ാമത്തെ ഷോർട്ട് ഫിലിമാണ്. ഒരു 4 ഷോർട്ട് ഫിലിം മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. ബാക്കി 6 ഞാൻ പുറത്തേക്ക് വന്നിട്ടില്ല. കാരണം അതൊന്നും എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്ത വർക്കുകളിൽ സാറ്റിസ്ഫൈഡ് ആവാത്തതുകൊണ്ടോ എന്തോ എനിക്ക് പുറത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയാണ് എൻ്റെ ഒരു സിനിമ. ഇതാദ്യം ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു ധാരണ. പിന്നെ ഈ സിനിമയെക്കുറിച്ച് കൂടുതലായിട്ടൊരു ഡയറക്ടർ പറയേണ്ടത് ആവശ്യമില്ല. അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഉള്ളത് നിങ്ങൾ പറഞ്ഞു. ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാമെന്നുള്ളത് ആയിരിക്കും എന്നെ സംബന്ധിച്ചത്. ബാക്കി ഞാൻ ഹായ്, എൻ്റെ പേര് അക്ഷന്ദ്ര. ഞാൻ ചിത്രൻ കാലത്ത് അഭിനയിച്ച ഫസ്റ്റായിട്ട് ഒരു ഷോർട്ട് മൂവിയാണ്. അപ്പോൾ വളരെ ഹാപ്പിയാണ്. നിങ്ങളോട് എല്ലാവരോടും സംസാരിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സുരേഷ് സാറ് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ വിചാരിച്ചത് വളരെ പാടായിരിക്കും. ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റാണ്. ഞാൻ അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഷോർട്ട് മൂവി എന്ന് പറഞ്ഞ രീതിയിൽ ഈ എനിക്ക് എങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആക്ട് ചെയ്തത് എന്നുള്ള കാര്യം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ ചില ഭാഗങ്ങളിൽ ക്യാരക്ടർ പിടിക്കാനും എല്ലാത്തിനും സാറ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു കൺവെർസേഷൻ ആ ഒരു രീതി വെച്ചിട്ട് എനിക്ക് ക്യാരക്ടർ പിടിക്കാൻ പറ്റിയാണ്. സോ ഇതൊരു വലിയൊരു ലെസനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് മൂവിയാണ് ചിത്രാഞ്ജലി. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഷോർട്ട്. സോ വന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞത് ഒരുപാട്